മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ ഇപ്രാവശ്യം നൽകില്ല. 4 സീറ്റുകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെടാനാണ് കോൺഗ്രസ് തീരുമാനം. എന്നാൽ 10 സീറ്റിലും ഞങ്ങൾ തന്നെ മത്സരിക്കുമെന്ന് ജോസഫ് വിഭാഗം തുറന്നടിച്ചു. RSPയുടെ സീറ്റുകൾ വെച്ചുമാറുന്നതും കോൺഗ്രസ് പരിഗണനയിലുണ്ട്. കേരള കോൺഗ്രസുകൾ രണ്ടായി പിളർന്നതിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളാണ് UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ നൽകിയിരുന്നത്. പക്ഷേ ഇത്തവണ അത്രയും സീറ്റുകൾ ലഭിക്കില്ല. 10 സീറ്റുകളിൽ 4 എണ്ണം ആവശ്യപ്പെടാനാണ് കോൺഗ്രസിലെ ധാരണ. ഉഭയകക്ഷി ചർച്ചയിൽ ഈ ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കും. കേരള കോൺഗ്രസിന് സ്വാധീനമില്ലാത്ത മേഖലകളിൽ മത്സരിച്ച് പരാജയപ്പെടുന്നത് മുന്നണി അധികാരത്തിലേക്ക് എത്തുന്നതിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യം കേരള കോൺഗ്രസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാകും കോൺഗ്രസിന്റെ ലക്ഷ്യം. ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഇടുക്കി, കുട്ടനാട് സീറ്റുകളാണ് കേരള കോൺഗ്രസിനോട് കോൺഗ്രസിന് വിട്ടു നൽകണം എന്നാവശ്യപ്പെടുക. പക്ഷേ ഈ ആവശ്യം എത്രത്തോളം അംഗീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. മത്സരിക്കാനായി 4 സീറ്റ് കിട്ടിയില്ല എങ്കിലും 3 സീറ്റെങ്കിലും വേണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ മറ്റ് ഘടകകക്ഷികളുമായി നടത്തുന്ന ചർച്ചകളിൽ സീറ്റ് വെച്ചുമാറ്റത്തിനപ്പുറത്തേക്ക് സീറ്റ് ഏറ്റെടുക്കൽ എന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കാനിടയില്ല, പ്രത്യേകിച്ച് ലീഗുമായി. ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും കുട്ടനാട്ടിലും ഇടുക്കിയിലും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടം ചൂണ്ടിക്കാട്ടിയാകും കേരള കോൺഗ്രസിനോട് സീറ്റുകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെടുക. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിലും ഇത്തവണ കേരള കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് PC തോമസ് വ്യക്തമാക്കുന്നത്. എങ്ങനെ ഞങ്ങളോട് കൂടുതൽ ചോദിക്കും? അങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് അത്ര ധിക്കാരപരമായി പെരുമാറും എന്ന് ഞാൻ കരുതുന്നില്ല. ചോദിച്ചാൽ ഞങ്ങൾ എന്തിനു വിട്ടുകൊടുക്കണം? അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ പറയും. അങ്ങനെ കോൺഗ്രസ് വിട്ടുകൊടുക്കുമോ? മറ്റു പാർട്ടികൾ വിട്ടുകൊടുക്കുമോ? ഇല്ല. അതുകൊണ്ട് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ച 10 സീറ്റും ഞങ്ങൾക്ക് തരണം. അതിൽ ഞങ്ങൾ വളരെ നിർബന്ധപൂർവ്വം എന്ന് മാത്രമല്ല ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ തയ്യാറില്ല. അത് മുഴുവൻ ഞങ്ങൾ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ വരെ ഏതാണ്ട് കണ്ടുവച്ചിരിക്കുകയാണ്. UDFിലെ ഉഭയകക്ഷി ചർച്ചകളിൽ ഏറ്റവും വെല്ലുവിളി നേരിടാൻ പോകുന്നത് കേരള കോൺഗ്രസുമായുള്ള ചർച്ചയാകുമെന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തതയുണ്ടാകും. അമൽ താൻമർമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.